ഈ വീടാണോ ആരതി താമസിച്ചിരുന്നത്? അതെ സർ, ഇതാണ് വീട്. ഈ വീട്ടിൽ വെച്ചാ ആരതി ഞങ്ങള് അവസാനമായിട്ട് കണ്ടത്. ഈ വീട്ടിലിപ്പോ ആരും താമസമില്ല സർ. ഓ, അതെ സാർ, ഈ വീട് വിൽക്കാനിട്ടിരിക്കുക. ആയിക്കോട്ടെ. വീട് ഇതാണെങ്കിൽ ആരതി ഇവിടെ താമസിച്ചിരുന്നു എന്ന് എനിക്ക് ബോധ്യപ്പെടേണ്ടതുണ്ട്. ഈ വീടിനെ പറ്റി അറിയാവോ? ഗേൾസ് പേയിങ് ഗസ്റ്റ് ആയിട്ട് താമസിച്ചിരുന്ന വീടാ സാർ. ഓണർ വിദേശത്താണ്. കുറച്ചുനാൾ മുമ്പ് ഇവിടെ താമസിച്ചിരുന്ന കുട്ടികൾ തമ്മിൽ എന്തോ ഇഷ്യൂ ഉണ്ടായി. കേസൊന്നും ആയില്ല. ഓണർ വീട് ഒഴിപ്പിച്ചു. പിന്നീട് ആരും താമസിക്കാൻ വന്നിട്ടില്ല. അതെ സർ, കറക്റ്റ്. ഈ ആരതി ഇവിടെ താമസിച്ചിരുന്നു എന്ന് നിങ്ങൾ പറയുന്നു, അതിനെന്താ തെളിവ്? അതിപ്പോ തെളിവ് എങ്ങനെ തരാനാ? ഞങ്ങൾ അവളെ ഇവിടെ വെച്ച് കണ്ടു. ഞങ്ങൾ അപ്പൊ തന്നെ പിരിയുകയും ചെയ്തു. സാറിന് മറ്റെന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ ആരതിയെ നേരിട്ട് കാണുമ്പോ ചോദിക്കാമല്ലോ. ഈ വീടിന്റെ ഉടമസ്ഥനായിട്ട് കോൺടാക്ട് ചെയ്യണം. ഈ വീടിന്റെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്ന ഒരാളെ എനിക്കറിയാം സാർ. അയാളെ വിളിക്കാം. എന്നാ വേഗം വിളിക്കും. എന്താ മേഡം, എന്താ പ്രശ്നം? ഈ പിള്ളേരെയൊന്നും എനിക്കറിയില്ല. ഞാൻ ഈ വീട് ആർക്കും താമസിക്കാൻ കൊടുത്തിട്ടില്ല. നിങ്ങൾ ടെൻഷൻ ആവണ്ട. ACP സാറിന് ചില കാര്യങ്ങളൊക്കെ അറിയാനുണ്ട്. എന്താ സാർ, എന്താ പ്രശ്നം? ഈ വീട് കുട്ടികൾക്ക് പേയിങ് ഗസ്റ്റ് ആയിട്ട് താമസിക്കാൻ കൊടുക്കാറുണ്ടായിരുന്നു. എന്റെ പൊന്ന് സാറേ, കൊടുത്തിരുന്നു. അവസാനം താമസിച്ച ബാച്ച് വെള്ളം അടിച്ച് ഇവിടെ അടിയുണ്ടാക്കി എല്ലാത്തിനെയും ഒഴിപ്പിച്ചു. പിന്നീട് ആർക്കും കൊടുത്തിട്ടില്ല. ഇപ്പൊ വിൽക്കാനിട്ടിരിക്കുക. ആരതി എന്ന് പറയുന്ന പെൺകുട്ടി ഇവിടെ താമസിച്ചിരുന്നു? ഓർമ്മ കിട്ടുന്നില്ല. ഫോട്ടോ കണ്ടാ പറയാം. ആരതിയുടെ ഫോട്ടോ ഒന്ന് കാണിക്ക്. ഫോട്ടോ ഞങ്ങളുടെ കയ്യിലില്ല സർ. ആരതിയുടെ അമ്മയുടെ ഫോട്ടോ ഞങ്ങളുടെ കയ്യിൽ ഇല്ല സാർ. നിങ്ങളുടെ അടുത്ത സുഹൃത്തിന്റെ ഒരു ഫോട്ടോ പോലും നിങ്ങളുടെ കൈവശം ഇല്ല എന്ന് പറഞ്ഞാൽ ഞാനത് എങ്ങനെ വിശ്വസിക്കും? ഇല്ലാത്ത ഫോട്ടോ ഞങ്ങൾ എങ്ങനെ തരും സാർ? പോലീസിനെ നിങ്ങൾ മണ്ടന്മാരാക്കല്ലേ? എന്താണോ തന്റെ പേര്? ശശി. മോഴക്കുന്നിന്ന് വന്ന ആരതി എന്ന് പറയുന്ന പെൺകുട്ടി ഇവിടെ താമസിച്ചത് തനിക്കറിയോ? മോഴക്കുന്നിൽ ആരതി? അങ്ങനെ ഒരാളിവിടെ താമസിച്ചിട്ടില്ല സാറേ. കേട്ടല്ലോ? കേട്ടു സർ. ഇവിടെ വെച്ച് നിങ്ങൾ കണ്ടു എന്ന് അവകാശപ്പെടുന്ന പെൺകുട്ടി ഇവിടെ താമസിച്ചിട്ടില്ല എന്നാണ് ഈ വീടിന്റെ നടത്തിപ്പുകാരനായ ശശി പറയുന്നത്. ഇതേപറ്റി ഇനി എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? കിരണേ, കൈവിട്ടുപോയി. പിടിച്ചു നിൽക്കാൻ ഇനി എന്ത് ചെയ്യും? ഞാൻ ആകെ മൊത്തം പുകഞ്ഞു നിക്കാടി. ഈ ശശിനി ഇപ്പൊ എന്തിനാ ഇങ്ങോട്ട് വലിച്ചോണ്ട് വന്നത്? മിണ്ടാതിരിക്കണേ. എന്താ ചോദിച്ചിട്ടില്ലേ? കേട്ടു സർ. അപ്പൊ നിങ്ങളെല്ലാം കേൾക്കുന്നുണ്ട്, പക്ഷെ മറുപടിയൊന്നുമില്ലല്ലോ. ഇവിടെ താമസിച്ചിട്ടില്ലാത്തൊരു പെൺകുട്ടിയെ നിങ്ങൾ ഇവിടെ വെച്ച് എങ്ങനെ കണ്ടു? ഞങ്ങള് കണ്ടത് സർ, കണ്ടെന്നുള്ളത് സത്യം. ഇവിടെ താമസിക്കുന്നതാണോ അതോ താമസിക്കാൻ വന്നതാണോ എന്നറിയില്ല. സ്റ്റോപ്പ് ഇറ്റ്. വീടിനടുത്ത് കിടന്ന് ഉരുളണ്ട. പരസ്പരം പൊരുത്തലാത്ത കാര്യങ്ങളാ നിങ്ങൾ പറഞ്ഞോണ്ടിരിക്കുന്നത്. നിങ്ങൾ എല്ലാത്തിനും എനിക്ക് കസ്റ്റഡിയിൽ എടുക്കേണ്ടി വരും.
ഇനി എന്ത് ചെയ്യും? സർ, ഞങ്ങൾ ആരും ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഒന്നും പറയണ്ട. ഞങ്ങൾ എന്തിനാ സാർ കസ്റ്റഡിയിൽ എടുക്കുന്നത്? ഇവരെല്ലാം സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവാ. കമോൺ സർ, ഇങ്ങോട്ട് വാടി. സർ, മാഡം, നടക്കടി. എനിക്കൊന്നും അറിയില്ല. അങ്ങോട്ട്.